സിനിമക്കാർ പറയുന്ന ഒരു പ്രധാന ഇതിപ്പോൾ ഞങ്ങൾ ഇത്രയും കോടി മുതൽ മുടക്കി ഒരു സിനിമ എടുക്കുന്നു, ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്ത് അതിനെ തകർക്കുന്നു. ശരിക്കും അങ്ങനെയാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ ശരിക്കും? ഒന്നാമത് സിനിമാക്കാരോട് നമ്മളാരെങ്കിലും പറഞ്ഞോ കൂടുതൽ മുടക്കാൻ? ഇത് നമ്മൾ ഇവരെ വീട്ടിൽ പോയി ആവശ്യപ്പെട്ടോ ഒരു സിനിമ ഞങ്ങൾക്ക് ചെയ്തു തരൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവരെന്തിനാണ് പൈസ മുടക്കുന്നത്? ഇവർക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ സിനിമയുടെ ക്രൈസുള്ള ആളുകളുണ്ട്. 2, ബിസിനസ് എന്ന നിലയ്ക്ക് ഒരു 5 കോടി മുടക്കി 10, 50 അങ്ങനെ എല്ലാവരും പറയും ഇത് 100 കോടി ഉറപ്പാണെന്ന് പറഞ്ഞിട്ടാണ് പറ്റിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊരു ബിസിനസ് എന്ന നിലയ്ക്കാണ് സിനിമ ചെയ്യുന്നത്. സിനിമ ഇൻഡസ്ട്രി തന്നെ പറയും, വ്യവസായം എന്ന നിലയ്ക്ക്. അപ്പോൾ അങ്ങനെ അവർ പൈസ പെട്ടെന്ന് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു മേഖല എന്ന നിലയ്ക്ക് തന്നെ വരുന്നത്. സിനിമയോടുള്ള അതീവമായിട്ടുള്ള താല്പര്യം കൊണ്ടും അല്ലെങ്കിൽ സിനിമയോടുള്ള സ്നേഹം കൊണ്ടും ഒന്നും സിനിമ ചെയ്യുന്ന ആളുകൾ വളരെ അപൂർവം പ്രൊഡ്യൂസേഴ്സേ ഉള്ളൂ. അല്ലെങ്കിൽ അത്തരത്തിൽ സിനിമയെ സമീപിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ഇവർ ഫ്രീ ആയി കാണിക്കണം. അപ്പോൾ പിന്നെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു കല്യാണം വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്നാലും നമ്മൾ അഭിപ്രായം പറയും, എന്നാലും അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാലും ഓക്കെ. ഇപ്പോൾ ദാനം കിട്ടിയ മറ്റേ അറിയാലോ, പഴഞ്ചൊല്ലം അറിയാലോ. പക്ഷേ ഇത് നമ്മൾ കാശ് കൊടുത്ത് സമയം മുടക്കി എഫേർട്ട് ഇട്ട് പോയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ട് കഴിഞ്ഞാൽ അതിനെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻ നമ്മളവിടെ കാണിക്കും. ടിനു പാപ്പച്ചൻ്റെ അല്ല, ഈ ചാവേറിൻ്റെ നിർമ്മാതാവ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ നിന്നൊരു ബിരിയാണി കഴിച്ചിട്ട് പുറത്തിറങ്ങി നിങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ സിനിമ കാണുമ്പോൾ അയാൾ നാട്ടിലാണ് ജീവിക്കുന്നത്. എത്ര ആളുകൾ വീഡിയോ ചെയ്യുന്നത്? മൃണാളദാസിനൊക്കെ പിന്നെ എന്താ പണി? മൃണാളദാസിനൊക്കെ ഇതല്ലേ പണി? അയാൾക്കൊന്നും അറിയില്ല. അയാൾക്ക് വേറെ യൂണിവേഴ്സിലാണ്. ഹോട്ടലിൽ ഏറ്റവും കൂടുതൽ ഫുഡ് റിവ്യൂസ് നിങ്ങൾ ജസ്റ്റ് അടിച്ച് നോക്കുക. എല്ലാ ഹോട്ടൽസിലും പോയിട്ട് റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് ഇവർ റിവ്യൂ ചെയ്യുന്നുണ്ട്. പ്രോഡക്ട്സ് എല്ലാം ചെയ്യുന്നുണ്ടെന്ന്, സിനിമ മാത്രമല്ല. പ്രമുഖ ഈ പത്രം പറഞ്ഞ നിലയ്ക്ക് ഇപ്പോൾ റിവ്യൂ ബോംബിങ് ശരിക്കും നടക്കുന്നുണ്ടോ? ബോംബിങ് നടക്കുന്ന തിയേറ്ററിലാണ്, റിവ്യൂലല്ല. ഇവരെ തിയേറ്ററിൽ ബോംബിടുക, എന്നിട്ട് അത് റിവ്യൂസിന് തലയിൽ വെക്കുക. അതാണ് റിവ്യൂ ബോംബിങ്. അതാണ്, അല്ലാതെ നമ്മളാരും ബോംബിടുന്നില്ല, സിനിമാക്കാരെ ബോംബിടുന്നത്. എന്ത് മാറ്റമാണ് ശരിക്കും മലയാള സിനിമയ്ക്ക് വരേണ്ടത്? ഏത് ക്വാളിറ്റിയിലോ കണ്ടന്റിലോ എങ്ങനെയൊക്കെയാണ്? അല്ല, മലയാള സിനിമ മാറ്റാൻ കഴിയില്ല. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. ഇപ്പോൾ തമിഴ് സിനിമ ഒക്കെ പാരലായിട്ട് ഇപ്പോൾ ഒരു പിന്നെ ടയറിൽ രജനീകാന്തും വിജയും അജിത്തും സൂര്യയൊക്കെ നിൽക്കുന്ന സമയത്ത് അപ്പുറം വിക്രമുണ്ട്, ധനുഷുണ്ട്, വിശാലുണ്ട്, എന്തിന് ശിവകാർത്തികൻ വരെ ഉണ്ട്, കാർത്തിയുണ്ട്. അവിടെ അത്രയും ടയേഴ്സ് ഉണ്ട്, അത്രയും ആളുകൾ അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് പല തലങ്ങളിലായിട്ട്. അപ്പോൾ ഇൻഡസ്ട്രി സ്മൂത്തായിട്ട് റൺ ചെയ്യും. ഇവിടെ ലാലേട്ടനും മമ്മൂക്കയും കഴിഞ്ഞ് ആരാളുള്ളത്? നിങ്ങൾ പറ. സുരേഷ് ഗോപി ഏതോ കാലത്ത് ഫീൽഡ് ഔട്ടായി. ദിലീപ് കേസ് വന്ന് സൈഡായി. ജയറാം പണ്ടേ ഫീൽഡ് ഔട്ടായി. പിന്നെ ആരുള്ള? പൃഥ്വിരാജ് വല്ലപ്പോഴേ സിനിമ ചെയ്യുന്നത്. പക്ഷേ പൃഥ്വിരാജ് കൺസിസ്റ്റൻസി ഇല്ലാത്ത നടനാണ്. ദുൽഖർ സൽമാൻ വല്ലപ്പോഴേ മലയാള സിനിമയിൽ നിന്ന് ഇപ്പോൾ കൊത്ത ചെയ്തിട്ട് തന്നെ പൊട്ടി. നല്ല സിനിമകൾ കൺസിസ്റ്റൻ്റായി ചെയ്തുകൊണ്ടിരുന്ന നിവിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. അപ്പോൾ ആരുള്ള? ആസിഫ് അലി എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത നടനാണ്. മീൻസ് ആസിഫ് അലിയുടെ സിനിമ എന്ന നിലയ്ക്ക് നമുക്ക് പോയി കാണാൻ പറ്റില്ല. അങ്ങനെ ഗ്യാരണ്ടി ഉള്ള എത്ര നടന്മാരുണ്ട് ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇൻഡസ്ട്രി രക്ഷപ്പെടണമെങ്കിൽ അത്തരത്തിലുള്ള കൺസിസ്റ്റൻ്റായിട്ട് സിനിമ ചെയ്യാൻ പറ്റിയ കുറേ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് വരണം, തമിഴ്നാട്ടിലേക്കുള്ള പോലെ.